കഴിഞ്ഞ ദിവസം കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. കേരളത്തിലെ ബിടെക് വിദ്യാർത്ഥികൾക്ക് നടത്തിയ പരീക്ഷയിൽ 128 എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നായി 27,000 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 14,319 പേർ മാത്രമാണ് വിജയിച്ചത്. ഇതെന്ന് പറഞ്ഞാൽ 53%. അപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജസിൽ പരീക്ഷ എഴുതുന്ന കുട്ടികളിൽ പകുതി കുട്ടികളും തോൽക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി ഞാൻ പറഞ്ഞു തരാം. കേരളത്തിൽ ബിടെക് പരീക്ഷ എഴുതിയതിൽ 10,229 പെൺകുട്ടികളിൽ 6,921 ആളുകൾ ജയിച്ചു. അതായത് ഏകദേശം 70% വിജയം പെൺകുട്ടികൾക്കുള്ളപ്പോൾ 16,771 ആൺകുട്ടികൾ പരീക്ഷ എഴുതിയതിൽ വെറും 7,398 പേർ മാത്രമാണ് വിജയിച്ചത്. അതായത് 40% താഴെയാണ് ഏകദേശം ആൺകുട്ടികളുടെ വിജയ ശതമാനം. അതായത് പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്, ആൺകുട്ടികൾ പഠിക്കുന്നില്ല. ഇതിന് കാരണം എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവമായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പല എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകരുമായിട്ടും സംസാരിച്ചപ്പോൾ മനസ്സിലായ കാര്യം, ഇത് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് ഒന്നുമില്ല. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണയും ഏകദേശം 50% വിജയം. ആ സമയത്ത് ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയവർ എന്ന പേരിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അന്ന് നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചതാണ്. ഇപ്പോൾ KTU വന്നതിന് ശേഷമാണ് ഇത്രയും വ്യവസ്ഥാപിതമായിട്ട് ഇങ്ങനെ പെർസെൻറ്റേജ് ഒക്കെ ഇട്ട് പറയുന്നത്. മുമ്പ് കണ്ണൂരും കാലിക്കറ്റും MGയും അതേപോലെ മറ്റ് കേരള യൂണിവേഴ്സിറ്റി ഒക്കെ ആയിരുന്ന സമയത്ത് ഇത്രയും വ്യവസ്ഥാപിതമായ രീതിയിൽ ഒരു ഫലപ്രഖ്യാപനം നടത്തിയില്ല എന്നുള്ളതാണ് കാരണം. പക്ഷേ ഇത് കൺസേണിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം 100%ഓളം SSLC വിജയ ശതമാനമുള്ള, 87% അല്ലെങ്കിൽ 90% +2 വിജയ ശതമാനമുള്ള ഒരു സംസ്ഥാനത്താണ് കുട്ടികൾ കൂട്ടത്തോൽവി എഞ്ചിനീയറിംഗിൽ സംഭവിക്കുന്നത്. ഇതിനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകരോട് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് നിലവാരമില്ല എന്നുള്ളതാണ്. നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിന് തീരെ നിലവാരമില്ല എന്നുള്ളതാണ്. നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിൻ്റെ നിലവാരക്കുറവാണ് അൾട്ടിമേറ്റ്ലി അവരുടെ എഞ്ചിനീയറിംഗ് ഫലത്തിലും അല്ലെങ്കിൽ അവരുടെ ഹയർ എഡ്യൂക്കേഷൻ ഫലത്തിലും പ്രതിഫലിക്കുന്നു. ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കഴിഞ്ഞ തവണ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതിയത് ഏകദേശം 70,000 സംതിങ് ആളുകളാണ്. ഈ 70,000-ൽ നിങ്ങൾക്ക് ഒരു പേപ്പറിൽ, കഴിഞ്ഞ തവണ പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് ആയിട്ടാണ് നടത്തിയത്, അതിൽ 480-ൽ 10 മാർക്കാണ് ഒരാൾക്ക് ഒരു പേപ്പറിൽ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി വേണ്ടത്. 480-ൽ 10 മാർക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 2% മാർക്കാണ് കേരള എൻട്രൻസിന് വിജയിക്കാൻ വേണ്ടത്. ഇതേ കുട്ടി +2 പരീക്ഷ എഴുതുമ്പോൾ 30% മാർക്ക് വിജയിക്കാൻ വേണമെന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ഈ +2-ന് ഏകദേശം 80-ഓ 85-ഓ അല്ലെങ്കിൽ 90-ഓ വിജയ ശതമാനമുള്ള ഈ സ്ഥലത്ത്, അതായത് 30% മാർക്ക് ഏകദേശം 90% കുട്ടികൾ നേടുന്ന ഈ ഒരു സംസ്ഥാനത്ത്, ഇവിടെ എഞ്ചിനീയറിംഗ് എക്സാമിൽ കീമിൽ 2% മാർക്ക് 10 മാർക്ക് വാങ്ങിയത് എത്ര കുട്ടികളാണെന്നറിയോ? ഏകദേശം 48,000 കുട്ടികൾ മാത്രമാണ്. അതായത് 70,000-ൽ 48,000 കുട്ടികൾ, 35% കുട്ടികളും ഒരു 3 ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. 120-ൽ 3 ക്വസ്റ്റ്യൻസ് പോലും മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാത്തവരാണ് അല്ലെങ്കിൽ റെഡി അല്ലാത്തവരാണ് എന്നുള്ള യാഥാർത്ഥ്യം. ഈ കുട്ടികളാണ്, ഈ ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾ അല്ലെങ്കിൽ 10 മാർക്ക് വാങ്ങിയവനാണ് കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് പോകുന്നത്. ഇത് നമ്മളൊന്ന് വളരെ സീരിയസ് ആയി ആലോചിക്കേണ്ടതാണ്. 10 മാർക്ക് 480-ൽ 10 മാർക്ക് മാത്സിൽ വാങ്ങിയ ആൾക്കാർക്ക് പോവേണ്ട ഒരു കോഴ്സ് അല്ല ആക്ച്വലി എഞ്ചിനീയറിംഗ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, ഇവിടെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വഴി വളരെ റോങ് ആയിട്ടുള്ള ഒരു സിഗ്നലിംഗ് ആണ് നമ്മുടെ സ്റ്റുഡൻസിനും നമ്മുടെ പാരൻസിനും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും A+കൾ വാരിക്കോരി കൊടുത്ത്, അനർഹമായിട്ടുള്ള മാർക്കുകൾ കൊടുത്ത്, ഓവർ ലിബറൽ വാല്യുവേഷൻ നടത്തി, നിങ്ങൾ വളരെ ഉഷാറാണ്, നിങ്ങൾക്ക് ഇതിനൊക്കെ പോകാം എന്നുള്ളൊരു ചിന്തയാണ് കൊടുക്കുന്നത്. നേരെ മറിച്ച് അവർക്ക് മേ ബി ഒരു അല്പം മാർക്ക് മാത്സിലോ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഒക്കെ കുറയാണ്, 9th-ലോ 10th-ലോ ഒക്കെ കുറയാണെങ്കിൽ അവരെന്താ ചിന്തിക്കുക? ഞാനിതിൽ ഇമ്പ്രൂവ് ചെയ്യണം. ഒന്നെങ്കിൽ ചിന്തിക്കും ഞാനിതിൽ ഇമ്പ്രൂവ് ചെയ്യണം, ഞാൻ ഒന്നും കൂടി എഫേർട്ട് ഇടണം, എന്നിട്ട് അവരൊരു എഫേർട്ട് ഇടും. ഇല്ല എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ ഇതിന് പോകാൻ യോഗ്യനല്ല, ഞാൻ വേറൊരു ആസ്പെക്റ്റുകൾ അല്ലെങ്കിൽ വേറെ സബ്ജക്ട്സ് ഞാൻ തിരഞ്ഞെടുക്കണം, എന്നിട്ട് അതിൽ ഞാൻ കരിയർ എക്സ്പ്ലോർ ചെയ്യണം. ഇതിനെക്കുറിച്ച് ഒരു ധാരണയും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാത്ത ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ സിസ്റ്റമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അൾട്ടിമേറ്റ്ലി കുറേ ആളുകൾ വിജയിച്ചു വരുന്നു എന്നുള്ളതല്ലാതെ ഈ കുട്ടികളുടെ ഭാവി നമ്മൾ സംഘടിതമായി, നമ്മൾ ആസൂത്രിതമായി, നമ്മൾ വ്യവസ്ഥാപിതമായി തകർത്ത് കളയുകയാണ് നമ്മുടെ എക്സാം സിസ്റ്റം വഴി ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇത് ഇനിയും തുടർന്നാൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ നശിച്ചു പോവുകയുള്ളൂ എന്നുള്ളത് നമ്മൾ ഇതിൽ അൾട്ടിമേറ്റ്ലി മനസ്സിലാക്കണം. ഇത് ഒരു എഞ്ചിനീയറിംഗുമായി മാത്രം ബന്ധപ്പെട്ട വിഷയമല്ല. ഏത് ഹയർ എഡ്യൂക്കേഷൻ രംഗത്തോട്ട് പോകുമ്പോഴും എനിക്ക് കിട്ടിയ എഡ്യൂക്കേഷൻ എന്നുള്ളത് അഡ്വക്കേറ്റ് അല്ല എന്നുള്ള ഒരു കാര്യം ഒരു കുട്ടി മനസ്സിലാക്കുന്നത് മേ ബി അവിടെ ഒരു ഫൈനൽ എക്സാം എഴുതാൻ പോകുമ്പോഴാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സോ നമ്മുടെ SSLC-യും +2-യും സെറ്റ് ചെയ്യുന്ന ബെഞ്ച് മാർക്ക് നിർബന്ധമായും തിരുത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റ് എന്നുള്ളത് നമുക്ക് എഞ്ചിനീയറിംഗ് റിസൾട്ടിൽ വരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഇവിടെയുള്ള രണ്ടാമത്തെ വിഷയം എന്നുള്ളത്, ഈ പറഞ്ഞ പോലെ ഇതിനോട് ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്ത കുട്ടികളാണ്, ഇതിനോട് പ്രത്യേകിച്ചൊരു പാഷനും ഇല്ലാത്ത
കുട്ടികളാണ്, ഇതിൽ പ്രത്യേകിച്ച് ഒരു സ്കിൽ സെറ്റും ഇല്ലാത്ത കുട്ടികളാണ് പലപ്പോഴും എഞ്ചിനീയറിങ്ങിന് പോകുന്നത് എന്നുള്ളതാണ്. എഞ്ചിനീയറിംഗ് എന്നുള്ളത് എല്ലാവർക്കും പോകുന്ന അല്ലെങ്കിൽ എല്ലാവരും പോവേണ്ട ഒരു സംഭവമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദർ ഈസ് ഇനഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് പുതിയ ടെക്നോളജികൾ വരുന്നുണ്ട്. പക്ഷേ ഇത് അൾട്ടിമേറ്റ്ലി മാത്സ്, ഫിസിക്സ് സ്കിൽസ്, ഒരാളുടെ ടെക്നിക്കൽ സ്കിൽസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. എഞ്ചിനീയറിംഗിൽ എന്തുകൊണ്ട് കുട്ടികൾ പാസ്സാവുന്നില്ല? മാത്തമാറ്റിക്സിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എഞ്ചിനീയറിംഗ് പാസ്സാവാൻ വിഷമായിരിക്കും. അപ്പോൾ മാത്സിൽ ഒന്നുകിൽ ആ കുട്ടി നന്നായി അപ്സ്കിൽ ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് അവന് സ്കൂൾ ലെവലിൽ കൊടുക്കാൻ സാധിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ മാത്സിൽ നമ്മൾ മോശമായതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് അത്ര പോരാത്തത് കൊണ്ട് നീ എഞ്ചിനീയറിംഗിന് പോകേണ്ടതല്ല എന്നുള്ളൊരു ക്ലിയർ മെസ്സേജ് നമ്മുടെ കരിയർ ഗൈഡ്സിനും നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിനും കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് വലിയ ഹാർട്ട് ബ്രേക്കാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്ന് മാത്രമല്ല അവരുടെ വിലപ്പെട്ട സമയമാണ് എന്ത് ചെയ്യുക, നഷ്ടപ്പെടാൻ പോകുന്നത്. എന്ന് മാത്രമല്ല ഒട്ടും സീരിയസ് അല്ലാത്ത ആളുകൾ ഒരിക്കലും എഞ്ചിനീയറിംഗിന് പോയത്, പഠനത്തിനെ കുറിച്ച് സീരിയസ് അല്ലാത്ത കുട്ടികളാണോ, അവർ എവിടെയെങ്കിലും പോയി ഒരു ഡിഗ്രി എടുക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്ന ഒരു ഡിഗ്രി അല്ല എഞ്ചിനീയറിംഗ് എന്നുള്ളത്. അത്തരത്തിലുള്ള ഡിഗ്രീസ് ഉണ്ടാവാം, അതായത് അത്രത്തോളം പഠനത്തിൽ ഇരുന്ന് പഠിക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ലാത്ത കഴിയാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മേ ബി കുറച്ചും കൂടി പ്രാക്ടിക്കൽ ലേണിംഗുമായി ബന്ധപ്പെട്ട കോഴ്സുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ നമുക്ക് അവർക്ക് പരിചയപ്പെടുത്താം. അവർക്ക് ആവശ്യമുള്ള കോഴ്സുകളും താല്പര്യമുള്ള കോഴ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ അത്തരം ആളുകൾ വളരെയധികം തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള, സയൻസ് ആൻഡ് ടെക് ഓറിയന്റഡ് ആയിട്ടുള്ള, ഇരുന്ന് പഠിക്കേണ്ട, ഇരുന്ന് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട, ടൈം സ്പെൻഡ് ചെയ്യേണ്ട എഞ്ചിനീയറിംഗ് പോലൊരു ഡിഗ്രിക്ക് പോയി കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ദുരന്തകരമാവും എന്നതിൽ യാതൊരു സംശയമില്ല. എന്ന് മാത്രമല്ല എഞ്ചിനീയറിംഗിൽ ഇനി ഇതിൽ എത്തിപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠനത്തെ സീരിയസ് ആയി എടുക്കണം. നിങ്ങൾ പഠനത്തെ സീരിയസ് ആയി എടുത്തില്ല എന്നുണ്ടെങ്കിൽ സപ്ലികൾ അതിങ്ങനെ കുമിഞ്ഞുകൂടും. അവസാനം നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. എന്ന് മാത്രമല്ല നമ്മൾ ഇത്രയും വർഷം സ്പെൻഡ് ചെയ്ത ആ ഡിഗ്രി നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. അതോടൊപ്പം നമ്മളെ എഞ്ചിനീയറിംഗ് കോളേജുകളും അതോടൊപ്പം സ്റ്റുഡൻറ്റ് യൂണിയനുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളെ അല്ലെങ്കിൽ നമ്മുടെ ഇൻ ജനറൽ കോളേജുകളെ നമ്മൾ വീക്ഷിക്കുമ്പോൾ അവിടെ അക്കാഡമിക്സിൻ്റെ മേലൊരു എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ്ക്ക് പ്രാമുഖ്യം നൽകി വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വിസിബിളാണ്. ഓക്കെ, ഇത് വളരെ വിമർശനാത്മകമായി തന്നെയാണ് പറയുന്നത്. അതിനർത്ഥം ഒരിക്കലും ഒരു കോളേജിൽ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് വേണ്ട എന്നുള്ളതോ അത്തരം ആക്ടിവിറ്റീസ് വേണ്ട എന്നുള്ളതോ അല്ല. പക്ഷേ അക്കാഡമിക്സിനെ കവച്ചു വെക്കുന്ന വിധം, അക്കാഡമിക്സിന് പ്രാധാന്യം കൊടുക്കാത്ത വിധം കുട്ടികൾ മുഴുവൻ ഓവറോൾ ഒരുപാട് ആക്ടിവിറ്റീസിൽ മറ്റൊരുപാട് ആക്ടിവിറ്റീസിൽ മുഴുകിയിരിക്കുക എന്നുള്ളത് ഒരു അക്കാഡമിക് സ്പേസിനെ സംബന്ധിച്ചിടത്തോളം, ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നല്ലതല്ല എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ അടുത്തൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് ക്വാളിറ്റി ഓഫ് സെൽഫ് ഫൈനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇതിൽ ഈ ഒരു 50% പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 80% അല്ലെങ്കിൽ 90%, 70% ഒക്കെ വിജയശതമാനമുള്ള സ്ഥാപനങ്ങളുണ്ട്. അതിനർത്ഥം അതിൻ്റെ താഴെ ഒരു 20%ലോ 30%ലോ അല്ലെങ്കിൽ 10%ലോ വരെ വിജയശതമാനമുള്ള സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ 26 എഞ്ചിനീയറിംഗ് കോളേജുകൾ 128 കോളേജ് ഞാൻ പറഞ്ഞു, അതിൽ 26 കോളേജുകളിൽ 75% കുട്ടികൾ പരാജയപ്പെട്ടു. 4ൽ 1 കുട്ടി പരാജയപ്പെട്ടു. അതിൽ ഒരു കോളേജിൽ എല്ലാവരും തോറ്റു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരു കൂണ് പോലെ ഒരുപാട് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ നമ്മുടെ ഒരു കഴിഞ്ഞൊരു സമയത്ത് ഉണ്ടായി. മേ ബി ആ ഒരു സമയത്തുള്ളൊരു ഡിമാൻഡ് സപ്ലൈ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇന്ന് ആ എഞ്ചിനീയറിംഗ് കോളേജസിന് എത്രത്തോളം റെലവൻസ് ഉണ്ട്? ചില എഞ്ചിനീയറിംഗ് കോളേജുകളെങ്കിലും പൂട്ടി വേറെ കോളേജുകളാക്കി മാറ്റേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഇത്തരം സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ വരുന്ന ക്വാളിറ്റി ഓഫ് ഫാക്കൽറ്റീസ് എന്നുള്ളതാണ്. ഇനി ഫാക്കൽറ്റീസ് അവിടെ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ഭൂരിഭാഗം എഞ്ചിനീയറിംഗ് കോളേജസിലെ ഫാക്കൽറ്റീസിന് നല്ലൊരു വേതനം, നല്ലൊരു സാലറി കൊടുക്കുന്നില്ല. ഭൂരിഭാഗം സ്ഥലങ്ങളിലും ചെറിയ മേ ബി 4 ഡിജിറ്റ് സാലറിയാണ് പല സ്ഥലങ്ങളിലും കൊടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല, പല ആൾക്കാർ സർട്ടിഫൈ ചെയ്യുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല നിങ്ങൾക്ക് എത്ര രൂപ വേണം, അങ്ങോട്ട് എത്ര രൂപയ്ക്ക് വരെ നിങ്ങൾ വർക്ക് ചെയ്യാമെന്ന് ചോദിച്ച് ആളുകൾ എടുക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജസ് വരെ ഉണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ഒരു 8,000 വർക്ക് ചെയ്യാൻ റെഡിയാണോ, അല്ലെങ്കിൽ ഒരു 10,000 വർക്ക് ചെയ്യാൻ റെഡിയാണോ? നമ്മളൊരു ഒരു M.Tech കഴിഞ്ഞ ആൾക്ക് 6 വർഷം അവരുടെ പഠനത്തിന് വേണ്ടി മാറ്റിവെച്ച ആളുകളാണ് 8,000 10,000 രൂപയ്ക്ക് വർക്ക് ചെയ്യുന്നത് നമ്മൾ ആലോചിക്കണം. ഓക്കെ, ഇനി അവിടെ ക്വാളിറ്റി ഓഫ് ഫാക്കൽറ്റി എന്നുള്ളതിനപ്പുറം ഇത്രയും സാലറിയാണ് ഒരാൾക്ക് കൊടുക്കുന്നതെങ്കിൽ എന്ത് വർക്ക് ചെയ്യാനുള്ള എന്ത് മോട്ടിവേഷനാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക? എന്ത് മോട്ടിവേഷനാണ്? ഇവിടുന്ന് കഴിഞ്ഞു പോകുന്ന കുട്ടികൾ എന്ത് ചെയ്യും? അവർ മേ ബി ഇതിനേക്കാളും ഒരു 4 or 5 times ഹയർ പാക്കേജിൽ പോവുക. ഇവർ 5,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക്, ഈവൻ 15,000 രൂപയ്ക്ക് വർക്ക് ചെയ്യുക. നിങ്ങൾ നല്ല സോഷ്യൽ എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ടല്ലോ, നല്ല സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജ് നിങ്ങൾ എടുത്തു നോക്കുക. അവിടെ സ്വാഭാവികമായിട്ടും ബെറ്റർ സാലറി അവർ കൊടുക്കുന്നുണ്ടാവും. ആ കാരണം കൊണ്ട് കൂടിയാണ് അവരെന്ത് ചെയ്യുന്നത്, അവർ ബെറ്റർ കോളേജസായി മാറുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ വിഷയത്തിൽ ഗവൺമെൻറ്റിന് ഒരുപാട് ചെയ്യാനുണ്ട്. 2 വർഷങ്ങൾക്കുമുള്ളൊരു ബജറ്റിലാണ് ഗവൺമെൻറ്റിൽ ഗസ്റ്റ് ആയിട്ട് വരുന്ന ആളുകളുടെ സാലറീസ് ഹൈക്ക് ചെയ്യുമെന്നുള്ള
ഒരു പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല, അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. അതായത് ഗവൺമെൻറ് കോളേജുകളിൽ പോലും ഗസ്റ്റായിട്ട് വരുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, പല സ്ഥലത്തും ഒരുപാട് ഗസ്റ്റ് അധ്യാപകരാണ്, അവരെ സംബന്ധിച്ചിടത്തോളം പോലും പ്രോപ്പറായിട്ട് സാലറി കൊടുക്കാനുള്ള ഒരു മെക്കാനിസം ഇല്ല. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് ഒരുപാട് റിഫോംസ് നമ്മൾ നടത്തുമെന്ന് നമ്മൾ ഒരുപാട് തള്ളിമറിച്ചിട്ട് കാര്യമില്ല. അത് ആക്ച്വലി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഓഫ് ടീച്ചിങ്ങും തുടങ്ങണം. അതല്ലാതെ കുറേ സ്ട്രക്ചറൽ ആയിട്ടുള്ള ചേഞ്ചസ് നമ്മൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. കുറേ സ്ട്രക്ചറൽ ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ്, കേപ്പബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് നമുക്കുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ സാധിച്ചില്ലെങ്കിൽ വേറെ എന്ത് റിഫോമും നമ്മൾ കൊണ്ടുവന്നിട്ടും കാര്യമില്ല. കുറേ തള്ളിമറിച്ചതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് ഗവൺമെൻറ്റും ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ പാരൻസിനോട് പറയാനുള്ളത്, എഞ്ചിനീയറിംഗിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരെ ഒരിക്കലും ഈ ഫീൽഡിലോട്ട് പുഷ് ചെയ്യരുത്. ഇത് അങ്ങനെ വെറുതെ പോയി പഠിച്ച് കിട്ടാവുന്നൊരു ഡിഗ്രി അല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു താല്പര്യമില്ലാത്ത ആൾക്കാർ എഞ്ചിനീയറിംഗിന് പോയിക്കാൽ എയിൽ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ EVയിൽ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി വിടാനുള്ളൊരു സംഭവമല്ല. അപ്പോൾ ഇതിന് താല്പര്യമില്ലാത്ത കുട്ടികളെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്ത ആൾക്കാർ അന്ന് എഞ്ചിനീയറിംഗിന് പോകാം, അങ്ങനെയല്ല, അങ്ങനെ പോവേണ്ട ഒരു സംഭവമല്ല എഞ്ചിനീയറിംഗ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഒരു ഹയർ എഡ്യൂക്കേഷൻ രംഗത്തും നമ്മുടെ ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ രംഗത്തും വലിയ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ഈ ഒരു എഞ്ചിനീയറിംഗ് റിസൾട്ട് മറ്റ് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ ഒരുപാട് കുട്ടികൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഏകദേശം 27,000 കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് പകുതി കുട്ടികൾ പാസ്സാവുന്നില്ല. മേ ബി അവർ സപ്ലിക്ക് എഴുതി വീണ്ടും അവരുടെ എത്ര വർഷങ്ങളാണ് നഷ്ടപ്പെടുന്നത്. ഈ വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ എഫേർട്ടിൽ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 14,000 ആളുകളുടെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 14,000 വർഷത്തെ ഹ്യൂമൻ എഫേർട്ടാണ്. 14,000 വർഷത്തെ ഹ്യൂമൻ എഫേർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും? 14,000 വർഷത്തെ ഹ്യൂമൻ എഫേർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാടിന് എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ? നമ്മളിതൊന്ന് ആലോചിച്ച് നോക്കണ്ടേ? അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികളും ഇതുമായി ബന്ധപ്പെട്ട് സീരിയസ് ആവണം. നിങ്ങൾ 10th-ലും 12th-ലും കൊടുത്തൊരു സീരിയസ്നെസ് പോലും പലപ്പോഴും പല ആളുകളും എഞ്ചിനീയറിംഗിന് കൊടുക്കുന്നത് കാണുന്നില്ല. ഇത് തിരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, സോ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ഇതിൻ്റെ മറ്റ് വശങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോസ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക. എൻ്റെ മറ്റ് വീഡിയോസിനും എനിക്കത് ചെയ്യാൻ യൂസ്ഫുൾ ആവും. താങ്ക്സ് ലോട്ട്. നമുക്ക് കാണാം. ബൈ.